അപ്പോൾ 50-ന് മുമ്പുള്ള സവർക്കറുടെ ഹിന്ദുത്വത്തെ പറഞ്ഞിട്ട് സവർക്കറിലെ രാജ്യസ്നേഹി എനിക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ 50-ന് ശേഷമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസൽമാനെ മതത്തിൻ്റെ പേരിൽ, അയാൾ ആ മതത്തിലായിപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എതിർത്താലും മുന്നിൽ നിന്ന് എതിർക്കാൻ ഞാനും ഉണ്ടാവും. ഇപ്പം ഞാൻ ഷെബിൻ ഷാവൂർ എന്ന് പറയുന്നത് ഞാൻ SDPI കാരനാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് മതേതരത്വം പറയുന്നതിനകത്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ജനാധിപത്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ SDPI കാരനെ, ഞാൻ വർഗീയവാദിയാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഒരു RSS കാരനായിട്ടുള്ള ഒരു വ്യക്തി അയാൾ വർഗീയവാദിയാണ്, വർഗീയതയോട് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എൻ്റെ നേട്ടങ്ങളാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായ ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് 3 നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 4 പേരറിയും, പണം ഉണ്ടാക്കാം, ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ്. ഈ ഷോയിലെ അഭിമുഖം കഴിഞ്ഞ സമയത്ത് എന്നെ എടുക്കരുത് എന്നൊരു തീരുമാനം ചാനലിൻ്റെ തലപ്പത്തുള്ള ചിലർ എടുത്തു. ശരി, അങ്ങനെ ഒരു ഇതുണ്ടല്ലേ.